അയ്യോ ആരാണ്ട് ലഗേജ് ഇറക്കി. ഈ ട്യൂൺ കേട്ട് കഴിഞ്ഞാ വേറൊരു വ്ളോഗർ ഉണ്ടല്ലോ, ഒരു പെണ്ണ് അതേപോലെ ഉണ്ടല്ലോ. ചക്ക പറയുന്ന പകുതി എനിക്കൊന്നും തിരിയുന്നില്ലെന്നാ തോന്നുന്നത്. ആ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ പറയാം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് അടുത്ത സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുന്നിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും. കണ്ടില്ലെങ്കിൽ പോയി കാണണം. കണ്ടില്ലെങ്കിൽ പോയി കാണണം. ഞാൻ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെച്ചേക്കാം വീഡിയോ. നല്ല സ്ഥലമാണ്. ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവിടെ പോയി നോക്കണം. നല്ല രസമാണ്. നല്ല തണലും നല്ല ഓക്സിജനും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഇപ്പൊ ഞങ്ങള് വേറൊരു സ്ഥലം. ഇതിലേക്ക് ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇന്ന് നല്ല വെയില്. ഞങ്ങൾ ഈ പോകുന്ന സ്ഥലമൊക്കെ ഒരുമാതിരി തരിശു ഭൂമിയായിട്ട് കിടക്കുക. കടയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞങ്ങള് ചായ കുടിച്ച കട നല്ല കടയായിരുന്നു. നല്ല ചായ ആയിരുന്നു അല്ലേ? അവിടെ വേറെ എന്തോ വെറൈറ്റി ചായ, ചോക്ലേറ്റ് ചായയോ. ഞങ്ങള് ആ കടയിൽ നിന്നാണെങ്കിൽ സമൂസ വാങ്ങിച്ചു. പക്ഷെ അത് കഴിച്ചിട്ടില്ല. ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അത് കഴിച്ചു നോക്കണം. സമൂസ എങ്ങനെ ഉണ്ടോ എന്തോ. ബിസ്ക്കറ്റ് കഴിക്കണം ചക്കൂന്. പഞ്ചക്കുട്ടനെ കൊണ്ട് ഇപ്പം കുറെ നാളായി വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ദൂരെ പോയിട്ട്. ഇപ്പൊ എന്നും അങ്ങനെ പോകുന്നില്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇന്ന് വിചാരിച്ചു യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എല്ലാ ശനിയും ഞായറും ഞങ്ങൾ കുറെ സ്ഥലത്ത്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് വണ്ടി ഒന്നും ഇല്ലായിരുന്നു. സ്കൂട്ടറും ഇല്ലായിരുന്നു, കാറും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങള് വോഗോന്റെ അല്ലേ, വോഗോയുടെ റെന്റ് സ്കൂട്ടർ ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവായിരുന്നു. പിന്നാണ് ഞങ്ങൾ ആദ്യം സ്കൂട്ടർ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർ വെച്ചു. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ എല്ലാ ശനിയും ഞായറും അവധിയോളം. അന്ന് ചക്കു കുഞ്ഞ ഒരു 7 മാസമൊക്കെ കാണത്തുള്ളൂ. ചക്കുനെ പിടിച്ച് ഞങ്ങൾ സ്കൂട്ടറിൽ പോവായിരുന്നു. കൊറോണ സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ ഹെൽമെറ്റ് വെക്കത്തില്ല. മൊത്തം തുപ്പലായിരിക്കും. പോകുന്ന പോക്കി ഒറ്റ തുപ്പായിരിക്കും നമ്മുടെ മുഖത്ത്. ഞാൻ എത്ര എണ്ണത്തിനോട് അടി ഉണ്ടാക്കിട്ടെന്ന് അറിയാം. അപ്പൊ ബാംഗ്ലൂര് ആർക്കെങ്കിലും എവിടെയെങ്കിലൊക്കെ കാണണമെങ്കിൽ ഞങ്ങളുടെ വീടടി ഒന്ന് പറയണം. അപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞങ്ങൾ പോയി അവിടെയൊക്കെ പോയി വീഡിയോ എടുത്തിട്ട് കാണിക്കാം. ഒരു വലിയ ട്രാവൽ വ്ലോഗ് ഒക്കെ എടുക്കുന്നതിന്റെ കൂട്ടൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങളുടേതായിട്ടുള്ള രീതി ചെറിയ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ഞങ്ങളൊന്നും സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. ഞങ്ങൾക്ക് അന്നേരം വായി തോന്നുന്ന കാര്യങ്ങൾ, ഞങ്ങൾക്ക് അന്നേരം വായി തോന്നുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ വീഡിയോക്കകത്ത് ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്ത് പറയണമെന്ന് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇപ്പൊ അത് കുറച്ച് നമ്മുടെ മാറിയും തോന്നുന്നു അല്ലേ? ആൾക്കാരെ കാണുമ്പോ ഒരു ചമ്മലുള്ളേ. ഇപ്പൊ ലൈവ് ഒക്കെ എടുത്ത് നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ അത്രക്കില്ല. കൊറോണ സമയത്ത് ഒരു 3 വർഷം ഇങ്ങനെ ആരോടും മിണ്ടാ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ മിണ്ടത്. വേറെ ആരോടും മിണ്ടാറില്ല. പിന്നെ വീട്ടിൽ വിളിക്കും. നേരിട്ട് കാണുന്ന ആൾക്കാർ ഞങ്ങൾ 3 പേര് മാത്രമേ. കാരണം അപ്പുറത്ത് ഇപ്പത്തുള്ളവര് എന്നും മീൻസ് ഇവിടെ ഒന്നും ആരും ഇറങ്ങത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് കൊറോണ വന്നില്ല. എന്നിട്ട് ഞങ്ങൾക്ക് മുത്താണെങ്കിൽ ഒരു കടയില് വെയില് മുത്താണെങ്കിൽ ഒരു കടയിൽ, ഒരു അമ്മച്ചിയുടെ കടയില് മുട്ട വാങ്ങിക്കാൻ പോയതാ കൊറോണ. അപ്പൊ അവിടെ ചെന്നപ്പോ അമ്മച്ചി എന്തോ മൂക്ക് ചീറ്റുവോ തുപ്പോ എന്തൊക്കെയോ ചെയ്തു, ചുമയ്ക്കോ ഒക്കെ. വീട്ടിൽ വന്ന് നെക്സ്റ്റ് ഡേയില് മുത്തിന് പനിയായി. അന്ന് ചക്കുന് എത്ര 7-8 മാസമല്ല, 1 വയസ്സായിട്ടില്ല ചക്കുന്. പക്ഷെ അപ്പൊ ഞങ്ങള് ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോ കഴിഞ്ഞിട്ട് ഞാൻ ആ കടയിൽ പോയി നോക്കി. പിന്നെ അമ്മച്ചി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും അമ്മച്ചിയില്ല. അമ്മച്ചി കൊറോണ തട്ടിപ്പോയോന്നറിയില്ല. കണ്ടോ കരിമ്പ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കരിമ്പ് ഇങ്ങനെ കമ്പോടെ വെക്കും. അതെല്ലാരും വാങ്ങിച്ചോണ്ട് പോവും. ഇത് കഴിക്കാനാണോ അതോ വീടിന്റെ ഫ്രണ്ടിലും വെക്കും. ഭയങ്കര വെയിലാണ് ഗൈസ്, മുഖത്തോട്ട് വെയിലടിക്കുന്നു. ഭയങ്കര വെയിലത്ത് 2 ചോക്കോബാർ തലിഞ്ഞു പോവാ മൊത്തം. ഓടിക്കുന്നവനും ചോക്കോബാർ കഴിച്ചോണ്ടിരിക്കുവാണോ? അതിന്റെ ഫ്രണ്ടിൽ ഒരു ചെറുക്കനുണ്ടെന്ന് തോന്നുന്നു. ആണോ? അവരാ ഇതൊരു പാറ പൊട്ടിക്കുന്ന സ്ഥലത്തൂടെ കണ്ടല്ലേ നമ്മള് പോയിക്കൊണ്ടിരുന്നത്? ആണോ? ഞങ്ങള് പോകുന്ന വഴിയാണ് കണ്ടോ. പണ്ട് ഈ വഴി ഫുള്ള് കുണ്ടും കുടിയായിരുന്നു. ടാർ ചെയ്തു. ഇപ്പൊ നൈസ് വഴിയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഓരോ ഇത് വെച്ചേക്കോ, ഹമ്പ് വെച്ചേക്കോ. അതുകൊണ്ട് ഇവിടെ ഉള്ള വേട്ടലകളല്ലേ, അതുകൊണ്ട് പോകുന്നുണ്ടോ. ഹെൽമെറ്റ് വലിയൊരു കുന്തോ അല്ല, വെച്ച നിലക്ക് വന്നു. മണ്ടേക്കോട്ട് എന്തോ പാറയാന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാർ ആ പാറയുടെ മണ്ടേ കൂടെ കേറിയും ഇറങ്ങിയും വരുന്നു. നമുക്കൂടെ പോയാലോ? എന്തോന്നറിയാം നമ്മൾ എങ്ങനെ പോകും. താഴെ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാണിക്കാം. അതിന്റെ മണ്ടേന്ന് നോക്കിയപ്പോ ഡാമിന്റെ വ്യൂ ആണ്. അതാണ് എല്ലാരും നേരെ നോക്കിയിരുന്നോണം. അപ്പൊ നമ്മുടെ ഡാം കാണാവുന്നതാണ്. ഓ മല കണ്ടോ ഫ്രണ്ടില്?
അതിലേ കയറിട്ട് ആ മലയുടെ മണ്ടേ പോയിട്ട് ഇവര് വ്യൂ കാണുക. ഓ മൈ ഗോഡ്, കാണുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ ഡാം. ഓ പൊളി വ്യൂ. ഫ്രണ്ടിലോട്ട് നോക്ക്, നല്ല രസം, സൂപ്പർ അല്ലേ? മുട്ട സാധനം, പൊളി സാധനം, പൊളി വ്യൂ ആട്ടോ ഇവിടെ കാണുന്നുണ്ടോ? ഓ കിടുക്കാച്ചി വ്യൂ കേട്ടോ. ഇവിടെ മരമൊക്കെ വെട്ടി നൈസായിട്ടുണ്ട്. അടിപൊളി കേട്ടോ. എല്ലാരും നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ വണ്ടി പാർക്ക് ആക്കി വെച്ചേക്കുന്നേ. ഈ സൈഡിലല്ല മറ്റേ ഡാമിൽ നിന്ന് മീനെ പിടിക്കുന്നില്ലേ? ഓ കണ്ടോ, ഇവിടൊക്കെ ഇങ്ങനെ ഡാമിൽ നിന്ന് മീനെ പിടിച്ച് അവരിങ്ങനെ വറുത്ത് കൊടുക്കും. കാണുന്നുണ്ടോ? ഇവിടെ ചെറിയ ചെറിയ കടകള് കണ്ടോ? അത് ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ വാങ്ങിച്ചു തിന്ന. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ അവിടെ നിന്ന് വെള്ളം വരുന്ന വഴിയുണ്ട്. അവിടെ വന്നു. ഇവിടെ പണ്ടൊരു പാലം ഉണ്ടായി. ഞങ്ങൾ വന്ന സമയത്ത് അത് പൊളിഞ്ഞു. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ താഴോട്ട് പോവാം. ചക്കുപ്പിക്ക് വെള്ളമുള്ള സ്ഥലത്താണ്. ചക്കുപ്പി ആലിന്റെ അവിടെ നിന്നപ്പോഴേ പെട്ടെന്ന് വന്നാൽ എന്തിനാണെന്നറിയോ? ഇവിടെ വെള്ളത്തിൽ കളിക്കാന്ന് വെച്ചോണ്ട് വന്നതാണ്. പക്ഷെ വെള്ളത്തിൽ പക്ഷെ ഇതിപ്പോ നാട്ടിലെ 6 പോലെ ആയല്ലോ. ഇവിടെ എല്ലാരും വണ്ടി കഴുകുന്ന കുളി വെക്കുക. വലിയ വെള്ളമൊന്നുമില്ല, പക്ഷെ ആ പൊളിഞ്ഞു കിടക്കുന്നില്ല. അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ പാലത്തിന് അക്കരെയൊക്കെ പോയിട്ടുള്ളായിരുന്നു. രണ്ടാമത് വന്നപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ പാലം. ഈ അറ്റം തൊട്ട് അതുകൊണ്ട് ആ അറ്റം വരെ ഉണ്ടായിരുന്ന പാലം. പക്ഷെ എന്ത് ചെയ്യാം, അതെല്ലാം പൊളിഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ ഈ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തോടെ കയറി അങ്ങനെ വെള്ളം കുത്തി ഒഴുകുന്നിടത്ത് വന്ന് ഗൈസ്. നീ എന്തോ കാണിക്കുന്നത്? ഇറങ്ങി വാ. അങ്ങനെ ഞാനും ചക്കുപ്പിയും കൂടെ ഇവിടുന്ന് പോവാണ്. അമ്മൂസ് തോണ്ട് പുറകെ ഞങ്ങളെ തന്നെ ആക്കിയിട്ട് പോയി. തോണ്ട് പോകുന്നു തന്നെ കല്ലേ കൂടെ ചാടി പോവാ സേഫായിട്ട്. നോണ്ടാ പുറകെ വലിയൊരു പട്ടി വരും. നമ്മളിപ്പോ എങ്ങനെ ചാടൂടാ? അയ്യോ ഞങ്ങൾ പെട്ടല്ലോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഗൈസ്? നീ ഇതില്ല. അയ്യേ അത് വെള്ളത്തിലാശ. ഒരു വെള്ളത്തിനകത്ത് ഒന്ന് എത്തി വരാവോ? വെള്ളത്തിലുള്ള ആശ ഒരു ജീവി. അമ്മൂസ് പെട്ട് ഗൈസ്. അമ്മൂസ് വരാൻ പറ്റുന്നില്ല. ചാറി എന്തോ ചെയ്യാ? അമ്മൂസ് ഇതാണ്ട് വെള്ളത്തിന് നറുക്കായി പോയി. ചെക്കപ്പിവിടെ അവിടെ നിന്ന് പോയില്ല, തുപ്പിലാട്ടോ. അമ്മൂസ് കൊണ്ടുവരുന്നു. നീ ആ കല്ലിന് മണ്ടേ കയറ്. ഓ രക്ഷപ്പെട്ടു ഗൈസ്. വെച്ചിട്ട് പോയി ഇവിടെ ഗൈസ്. ആരാണ്ട് അവിടെ ലഗേജ് റോഡിന് നടുക്കിറക്കി വെച്ചിട്ട് പോയി. ഏത് തെണ്ടിയാണോ ഇത്രയും ആൾക്കാർ വരുന്നിടത്ത്? ഓ പട്ടി ഒന്നായിരിക്കും. 2 കാലുള്ള പട്ടിയായിരിക്കും വന്ന. ഓ വൈകുന്നേരം ആയപ്പോൾ ആൾക്കാർ കൂടിക്കൂടി വരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേക്കാം. ഇല്ല പിന്നെ ആ മറ്റേ മണ്ടയ്ക്കാതാൻ പറ്റില്ല അല്ലേ? നമ്മൾ അതിൽ കയറിയിട്ട് അപ്പുറത്തോട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ അത്രയും ദൂരം? ഇവിടെയൊക്കെ കുറേ കുഞ്ഞ് കടയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് ദൂരെ കാണുന്നതാണ് അതിൻ്റെ ഷട്ടറുള്ളത്, ഡാമിൻ്റെ. ചക്കുവിന്റെ പറച്ചിൽ കേട്ടാ ചക്കുപ്പിക്കാണെങ്കിൽ ഞങ്ങൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിലിങ്ങനെ നടന്ന് പോകണ കേസ്. ഇതിപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് ഇതിന് മണ്ടയ്ക്കൊരു കുന്നുണ്ട്. ആ കുന്നുംപുറത്ത് പോയിട്ട് ഇവിടുത്തെ ഫുൾ വ്യൂ കാണാമെന്ന് വെച്ചു. ചക്കുപ്പിക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ചക്കുപ്പി ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരുന്നു. ഞാൻ കണ്ട ചിരിയുണ്ട്.
ഈ ചക്കുപ്പിയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ എങ്ങും നിൽക്കുന്നില്ല, അവൻ ഓടിക്കളിച്ച് നടക്കുക. നാട് പോകും. ഓ സൂര്യാസ്തമയം കാണാം ഇപ്പൊ അവിടെ പോയാ. ഓ സൂപ്പർ സൂപ്പർ കിടക്കാറ്റ്. എന്നെ വീരല്ലോ ഓടിക്കാത്ത. ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള സ്ഥലം പോലെ ഉണ്ടല്ലേ? അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ എന്താ കാട്ടിലായിരുന്നോ സ്കൂളിൽ? ഞങ്ങളുടെ സ്കൂളിന്റെ പുറകിൽ മൈതാനം. ഞങ്ങളുടെ സ്കൂള് നല്ല സ്ഥലത്തായിരുന്നു, സിറ്റിയിൽ. എന്താണെങ്കിലും എന്താ സർക്കാർ സ്കൂളല്ലോ? സർക്കാർ സ്കൂളൊന്നും പ്രൈവറ്റ് സ്കൂളിൽ പോണേ. ഞങ്ങളുടെ സർക്കാർ സ്കൂളാണ്. ഞാൻ പഠിച്ച സ്കൂള് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. ഞാൻ പഠിച്ചത് സ്കൂളിന്റെ പേര് പറയുന്നില്ല, കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഞാനും പോയിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എന്താണ് ഞങ്ങളുടെ കൂടെ പഠിച്ച കാര്യം ഇങ്ങനെ ലാസ്റ്റ് ഒരു മീറ്റപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. വെക്കുന്നില്ല ആരും, അങ്ങനെ ഒരു പ്ലാൻ പോലും ഇല്ലെന്തോ. ആർക്കും ആരെയും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്തോ. നിങ്ങളുടെയൊക്കെ സ്വഭാവമല്ലേ എങ്ങനെ കാണാൻ തോന്നി? ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ? ഓണന് മണ്ടയ്ക്കൊക്കെ ഇഷ്ടംപോലെ ആള് കയറി പോകുന്നു. എല്ലാം ലവ് ബേർഡ്സ്. നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ ലവ് ബേർഡ്സാ. ഞങ്ങൾക്കൊരു കുഞ്ഞു ലവ് ബേർഡ്സ്. ഞങ്ങൾക്കൊരു കുഞ്ഞു ലവ് ബേർഡ്സ് കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാണ്ട് പോകുന്നു കവച്ച് കവച്ച്. വീണാലുണ്ടല്ലോ ഞാൻ നിക്കുന്നിടത്ത് വരും നീ അതില്. രണ്ടെണ്ണം കൂടെ പൊരിഞ്ഞടിയാ, കൈക്ക് പിടിക്കത്തില്ലെന്ന് പറഞ്ഞോണ്ട്. അയ്യോ വയ്യ, കൊറേ ദൂരമുണ്ട് നടക്കാൻ. അയ്യോ പെട്ടെന്ന് വാ. അയ്യോ എൻ്റെ അമ്മച്ചി. അങ്ങനെ കയറി ഡാമിൻ്റെ മണ്ടയ്ക്ക് വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുന്നംപുറത്ത് കയറി വന്ന് അമ്മൂസും ചക്കപ്പിന്നെ അവിടെ ക്ഷീണിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ട മാട്ട സ്ഥലമല്ല, കിടക്കാച്ചി സ്ഥലം. കാണിക്കട്ടെ, റെഡി? കണ്ടാ നമ്മളങ്ങനെ ഡാമിൻ്റെ മണ്ടയ്ക്ക് വന്നു. കിട്ടിലും വ്യൂ. ഓ ഒന്നും പറയില്ല, എന്ത് രസമാണ് കാണാൻ. ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്ന് അങ്ങ് താഴേന്ന് കയറി വന്ന് ഞങ്ങൾ ഈ കുന്നിൻ്റെ മണ്ടയ്ക്ക് കയറി വന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഓ പൊളി വ്യൂ ആട്ടോ ഇവിടെ. ഓരോരുത്തരൊക്കെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇവിടെ വന്നിരിപ്പുണ്ട്. ചക്കുപ്പ ഓടല്ലേ, അവിടെ പട്ടിയുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അങ്ങ് ദൂരെ കാർ എടുക്കുന്നുണ്ടോ? അവിടെ നിന്ന് വന്നേ ഞങ്ങൾ ആ തോണ്ട താഴെ കൂടെ റോഡ് പോകുന്നുണ്ടോ, അതിലാണ് കയറി വന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കുന്നെല്ലാം കയറി ഇവിടെ വന്ന് നീ ഇവിടുന്ന് വേറൊരു കുന്നൂറുണ്ട്, അതുകൂടെ കയറി മണ്ടയ്ക്ക് പോയി നോക്കാന്ന് വെച്ച്. എന്താ സൂര്യനൊക്കെ താന്ന് പോകാറായി, അതിന് മുന്നേ ഇവിടുന്ന് ഇറങ്ങിയും പോകണം, അത് കാണുകയും വേണം. കണ്ട ഞാൻ ഇവിടുത്തെ ഡാമിൻ്റെ ഇവിടുത്തെ വ്യൂ. ആ എയറോപ്ലെയിൻ. ആ ഞങ്ങൾ ഈ കുറ്റിക്കാട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക, ഞാനും ചക്കുപ്പി അമ്മൂസും കൂടെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറി പോകുന്നത്. ഇന്നലെ ഒരു ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലാസ്റ്റ് ഫുള്ള് അമ്പലമായി. ലാസ്റ്റ് ഒരു 4-5 അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു പോകും. അമ്മൂസ് ഇവിടെ പോയി പിന്നെ കാണുന്നില്ല. ആ ബാ ഇവിടെ എങ്ങനെ താഴെ പോയാൽ പോയി. വീഴലടാ ചക്ക. അങ്ങനെ നമ്മൾ ബഞ്ചനമല്ല ഡാമിൻ്റെ ടോപ്പ് വ്യൂവിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കിടുക്കാച്ചി വ്യൂ. ഇവിടെ ഒരു ചേച്ചി വന്നിപ്പുണ്ട്. ഇവിടെ നാടോ പശു വല്ലതും ഉണ്ടോ? ഇവിടെ നിന്ന് ഒരു അപ്പപ്പന്താടി ഇപ്പൊ കിട്ടി, അവനത് പിടിക്കാൻ പേടിയാണ്. ഇങ്ങനെ നീട്ടി പിടിക്ക് സ്ട്രൈറ്റ്. അവിടെ കാണ്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട് കേട്ടോ. അയ്യോ കുഞ്ഞുവാവ. എന്തോ വ്യൂ വന്ന് നോക്കിയൂടെ. ആ താഴെ ഡാമിന്റെ സൈഡിൽ കൂടെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കിട്ടിലും വ്യൂ, ഒരു രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ സണ്ണ് താന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പം അതേ പൊസിഷനിൽ ഇതുകൊണ്ട് അവിടെ മൂൺ വരുന്നുണ്ട്. ഇതിന് ഇരുട്ടാവും ഇപ്പം.
സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, വെട്ടമൊന്നുമില്ല, ഭയങ്കര ഇരുട്ടാകും, കാടാണ്. അപ്പോൾ ചക്കുനെയും കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് മല ഇറങ്ങി താഴോട്ട് പോട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സൂപ്പറല്ലേ, കിടിലല്ലേ? ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട്. ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കൈവിട്ട് പോലെ ഇവിടെ ഭയങ്കര കുഴിയാണ്. എന്തോ നമ്മൾ വന്ന വഴി പോണം, ഇറങ്ങി പോവാ. അമ്മൂസൂട്ടി മുന്നിൽ പോകുന്നു. അമ്മൂസൂട്ടി നിക്കൂട്ടി നിക്കടി. ഞാൻ വലിച്ചോണ്ട് ഓടാ, വലിച്ചോണ്ട് ഓടിയ നമ്മൾ 3 പേരും വീഴും. നീ വീഴും, കൈവിട്ടാ വീഴും, ചക്കു വീഴും. എനിക്കറിയാം, നീ അവിടെ കയറാൻ വയ്യ. അതുകൊണ്ട് അവിടെ ഒരു കുന്നിന് മടക്കി എല്ലാവരും കയറി പോകുന്നുണ്ട് കേട്ടോ, കാറും കൂട്ടൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് കയറി പോകാനുള്ള ആംബിയർ തീരെയില്ല ഗൈസ്. ഞങ്ങൾ ക്ഷീണിച്ച് ഉച്ചയായപ്പോ ഇറങ്ങിയ. ദൂരെയൊക്കെ പോകുമ്പോഴാണ് ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തൊക്കെ പോകുന്നത്. പക്ഷേ ഈ ട്രിപ്പ് പൊളിയായിരുന്നു അല്ലേ കുപ്പി? അടിപൊളിയല്ലേ? ഇനി ഞങ്ങൾക്ക് പോയിട്ട് മേടിച്ച സമൂസ തിന്നാനുണ്ട്. കുപ്പിക്ക് പിന്നെ വിശന്നാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇഡലി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡലി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതെടുത്തുകൊണ്ട് പോയി ചക്കുവിന് കൊടുക്കണം. ഞങ്ങളുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. മൂണൊക്കെ വന്നു. സമൂസ ഇപ്പം എന്തോ എണ്ണപ്പലഹാരത്തിന് മണം വരുന്നത്, മണം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എങ്ങോട്ടാണ് എന്തോ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടില്ലേ സമൂസ ഇപ്പം തണുത്ത് വേറെ വല്ല ആയിക്കാണ്. ഡാമിൻ്റെ താഴെ കുളിക്കാൻ പോയവരൊക്കെ കയറി വന്ന സമയം തോന്നുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് പോയില്ലെങ്കിൽ എന്തായാലും ഇന്ന് ബ്ലോക്കാണ്, നമ്മളിന്ന് ലേറ്റ് ആവും. ഐസ്ക്രീം ചക്കുപ്പിക്ക് ഐസ്ക്രീം വേണോ? നീ കാട്ടുമുക്കിൽ എവിടെ നിന്ന് കിട്ടാൻ ഐസ്ക്രീം? വാടക നമുക്ക് ഇതിലേ വാ, അതിലേ പമ്പാ. എന്നപ്പോ ഞാൻ ഇതിലേക്ക് ഇറക്കും. കേറങ്ങോട്ട്, പഠിക്കണ്ടേ? ജംബ്ര ഇതിലേ പോടാ. ഓ ഇതിലെ ബൈക്കിലൊക്കെ വന്ന് അടിപൊളിയായിരിക്കും കേട്ടോ. ചക്കു നോക്കി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷ കാണത്തില്ല. ബാംഗ്ലൂർ എന്നിട്ട് ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ ബാംഗ്ലൂർ കണ്ടിട്ടില്ല. ഞങ്ങൾ താഴെ ആ കുഴിയില്ലേ അവിടം വരെ ഇറങ്ങി പോയിട്ടുള്ള ഡാം പൊട്ടിക്കിടക്കുന്നിടത്ത് ഈ കുന്ന് കയറി ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കമൻറ്റ് വിട്ടാര്. അപ്പം നമുക്കിനി നല്ലൊരു വീഡിയോ പെട്ട് നാളെ കാണാം. പക്ഷെ ഞങ്ങൾ ക്ഷീണിച്ച് വന്ന് ഞങ്ങൾ മറ്റേ നമ്മുടെ ആൽമരം ഇല്ലേ അവിടെ നിന്ന് മേടിച്ച സമൂസയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. തണുത്തെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കുപ്പി രണ്ട് സമൂസ ചക്കുപ്പി ആദ്യമായിട്ട് സമൂസ അല്ലേ? ഇത് നല്ല രസമുണ്ട് തന്നെ. നമ്മള് പണ്ട് ട്രെയിനിലൊക്കെ പോകുമ്പോ കിട്ടത്തില്ലായിരുന്നു. നല്ല ട്രെയിനിൽ കിട്ടും, ചെറുത് കുഞ്ഞ അതിന്റെ വലുത്. പോകുന്ന വഴി ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് വരും. രണ്ടെണ്ണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം ഗൈസ്. അപ്പോൾ ഇനിയും വീഡിയോ ഒന്നുമില്ല, നാളെ കാണാം. ടാറ്റാ, ബൈ.